കേരളത്തിൽ SIR നീട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 18 കരട് പട്ടിക ഡിസംബർ 23 അന്തിമ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുക. ഫസ്റ്റ് ഓൺ മീഡിയ ഓൺ കേരളത്തിൽ SIR നീട്ടിയിരിക്കുകയാണ്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി ഡിസംബർ 18 PR അരവിന്ദ് കൂടി ചേരുന്നുണ്ട്. അരവിന്ദ്, കരട് പട്ടിക ഡിസംബർ 23 കേരളത്തിൽ SIR നീട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. പക്ഷേ കേരളത്തിൽ SIR നടപടികൾ നീട്ടിയെന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കേരളത്തിൽ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് നീട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIR കേരളത്തിൽ വീണ്ടും നീട്ടിയിരിക്കുന്നത്. ഇതിൽ നൽകിയിരിക്കുന്ന തീയതികൾ പ്രകാരം എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ഡിസംബർ 18 കരട് വോട്ടർ പട്ടിക പുറത്തു വരിക കരട് വോട്ടർ പട്ടിക പുറത്തു വരിക 23, അതായത് ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പുറത്തു വരുന്ന തീയതി. അതുപോലെ തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുക ഫെബ്രുവരി, അടുത്ത വർഷം ഫെബ്രുവരി 21 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ നൽകുവാനുള്ള തീയതി എന്ന് പറയുന്നത് ജനുവരി 22 വരെയാണ്. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ ഈ കരടിൽ ഉള്ള പരാതികൾ സമർപ്പിക്കാനുള്ള തീയതിയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ നേരത്തെ SIR നടപടികൾ ഒരാഴ്ച നീട്ടിവെച്ചിരുന്നു. പക്ഷേ കേരളത്തിന്റെ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വീണ്ടും തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിവെച്ചിരിക്കുന്നത്. അരവിന്ദ്, ഇതിപ്പോൾ ഈ കേരളത്തിന് മാത്രമാണോ നീട്ടിയത്? കേരള ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ മാത്രം SIR ആണ് ഇപ്പോൾ നീട്ടിവെച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള നിർദ്ദേശം കേരളത്തിന്റെ ഭാഗത്തുനിന്ന്, കാരണം കേരളത്തിന്റെ അടക്കം ഹർജികൾ പരിഗണിച്ചപ്പോൾ കേരളത്തിന് പ്രത്യേകമായി, കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ SIR നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിവച്ചിരിക്കുന്നത്. എന്തായാലും ഡിസംബർ 18 SIRന്റെ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതിയായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക 23 ഡിസംബർ 2025 പുറത്തു വരും. അതോടൊപ്പം തന്നെ പരാതികളും അതുപോലെ തന്നെ ഇതിലുള്ള എതിർപ്പും അറിയിക്കാൻ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയമായി നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 വരും. നേരത്തെ നമുക്കറിയാം ഡിസംബർ 14 രണ്ടാമത് നീട്ടിവെച്ച തീയതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരു 4 ദിവസത്തെ സമയം കൂടി കേരളത്തിൽ ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമടക്കം വന്നതിനു ശേഷമായിരിക്കും കേരളത്തിൽ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുക. എന്തായാലും കേരളത്തിന്റെ ആവശ്യം ഈ SIR നീട്ടിവെക്കണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരിഗണിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി അന്ന് ഉചിതമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിഷയത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ SIR സുപ്രീം ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ എതിർപ്പടക്കം രേഖപ്പെടുത്താൻ കൃത്യമായ ഒരു തീയതിയും മറ്റു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഇതിനു പുറമെ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി എന്താണ്? അതിന്റെ പകർപ്പ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിലപാട് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. കാരണം കേരളത്തിലെ സംസ്ഥാന സർക്കാർ അടക്കം ആവശ്യപ്പെട്ടത് SIR നടപടികൾ നീട്ടിവെക്കണം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് SIR നടപടികൾ മുന്നോട്ട് പോകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും. പരാതികളടക്കം സമർപ്പിക്കാൻ 1 മാസത്തെ സമയം, കാരണം കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുന്നത് 23 ഡിസംബർ. അതിനുശേഷം ജനുവരി 22 വരെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാനുള്ള സമയമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കമ്മീഷന്റെ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുന്നിലുള്ള അവസാന പബ്ലിക്കേഷൻ നടക്കുക ഫെബ്രുവരി 17 അന്തിമ കരട് പട്ടിക അന്തിമ പട്ടിക വരുന്നത് 21 ഫെബ്രുവരിക്കാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. നേരത്തെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളത്തിലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നീട്ടി നൽകിയത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം എന്യൂമറേഷൻ ഫോമിന്റെ സമയം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ, കാരണം കേരളത്തിലെ സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യം പോലെയല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമെന്നതായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്.